എടകണമുണ്ടത്തി പരലിന്റെ കണ്ണു ചല ചലമ പോട്ട് മാനത്ത് പറക്കണ ചമ്പരന്തിന്റെ കണ്ണു ചല ചലകി പോട്ട് കണ്ണു ചല ചലകി പോട്ട് മലകില തക്കം മരത്തില കാറ്റിൻ കൊഞ്ചലോ പെണ്ണേ നീ കണ്ണേ താമരേ കാതിൽ തേന്മഴേ കണ്ടം പൂട്ടടി പൂഞ്ചോലേ പൂത്തതറിഞ്ഞോടി പൂവരമ്പിൽ വാടി കന്നി മടന്തേ കാടൻ കാറ്റ് വിതച്ചോടും ഞാറ്റിറമ്പിൽ കൂടാം കാട്ടുകരിമ്പേ അല്ല അതെന്താ കാണിച്ചേ? അല്ലെങ്കിൽ നമ്മൾ വരുമ്പോ ഇവിടെ പാട്ട് നിർത്തുന്നത് എപ്പോഴും ഉള്ള ഒരു പരിപാടിയാ. എന്നെ കണ്ടിട്ട് എം ഡിയുടെ ലുക്ക് തോന്നിക്കുന്നില്ലേ മിസ്റ്റർ? എം ഡിയുടെ അല്ല, ഇതിനകത്തൊരു ആവശ്യമില്ലാത്തൊരു എം ഡിയുടെ ഒരു ലുക്ക് തോന്നിക്കുന്നു. അല്ല, ഒരു കാര്യം ചോദിക്കട്ടെ, ഇവര് നന്നായിട്ട് കളിച്ചോണ്ട് ഇത് തീർന്നില്ല, അതിനിടയിൽ എന്തിനാ കേറിയേ? അത് ഇങ്ങനെ ഡാൻസ് പരിപാടി അല്ല നമ്മുടെ ഒരു കോമഡി മാസ്റ്റേഴ്സ് എന്ന് പറയുന്ന കോമഡികൾ അവരുടെ സ്റ്റെപ്പ് വരെ തെറ്റുന്ന രീതിയിൽ അങ്ങനെ കേറി ഇടയ്ക്കൂടെ. അല്ല, എന്താ സംഭവം? എന്താ സീരിയസ് ആയിട്ട് ഷോ പോകുമ്പോ എന്താണ്? ശരി പറ. നല്ല രീതിയിൽ പൊക്കോണ്ടിരിക്കുന്നു, നല്ല ആസ്വദിച്ചോണ്ടിരിക്കുന്നു. ഇനി അവർക്ക് സ്റ്റെപ്പുകൾ ചെയ്യാനുണ്ട്, അതിന്റെ ഇടയ്ക്ക് കയറി അത് കുളവാക്കേണ്ട കാര്യമുണ്ടോ? എന്താണ് പ്രശ്നം? എന്താണ് ഞാനിപ്പോ ഡാൻസ് കളിച്ചാണോ പ്രശ്നം? അവരെ ഇത് തീർന്നിട്ടില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ എന്നാ പ്രൊഡ്യൂസർ എന്റെ അടുത്ത് ഇന്നേറി പറഞ്ഞു എലീനെ കേറിക്കോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ കയറുന്നത്. ഇല്ലാന്ന് പ്രൊഡ്യൂസർ ഇപ്പൊ പറയുകയാണെങ്കിൽ 20 വർഷത്തെ എന്റെ ഈ ജോലി ഞാൻ ഇവിടെ ഇപ്പൊ രാജിവെച്ച് ഞാൻ ഇവിടെ നടന്നു. ഇല്ല 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 പ്രൊഡ്യൂസർ എന്നോട് ഇല്ലാന്നൊരു വാക്ക് പറഞ്ഞോണ്ട് ഞാൻ ഇവിടെ വെച്ച് എന്റെ പ്രോഗ്രാം നിർത്താണ്. അല്ലല്ല ഓഡിയോ ഞാൻ തമാശ പറഞ്ഞല്ല, സീരിയസ് ആയിട്ട് പറയുന്നതാണ്. ഈ സ്റ്റേജിൽ വെച്ച് ഞാൻ പറയാണ്. അല്ലല്ല അത് എന്നെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലാണ് അത് പോയത്. അല്ല, എനിക്ക് സീരിയസ് ആയിട്ട് ഹേർട്ട് ആയി. ഓഡിയോ ഞാനൊരു ചുരിദാർ ഇടണമെന്നേ ഉള്ളൂ, വേറെ വിഷയം. അല്ലല്ല ഓഡിയോ ഞാൻ തമാശ പറഞ്ഞല്ല, സീരിയസ് ആയിട്ട് പറയുന്നതാണ്. ഈ സ്റ്റേജിൽ വെച്ച് ഞാൻ പറയാണ്. ഓഡിയോ അല്ല, നമ്പരല്ല, കാര്യമായിട്ട് പറയുന്ന. ഇല്ലില്ല രശ്മി ഇന്നേരം എടുക്കപ്പാ. ഹലോ, ഞാൻ സീരിയസ് ആയിട്ട് പറയുന്നേ. ഞാനിത് സീരിയസ് ആയിട്ട് പറഞ്ഞു പോയാ ഇത് നമ്മക്കിട്ട് പണിയാ ഇങ്ങോട്ട്. പോടാ. ഇല്ലില്ല, ഞാൻ ഇനി ചെയ്യാം. ഞാൻ ചിരിച്ചില്ല, ഞാൻ ഇന്നേരം എടുക്കാം. ആക്ഷൻ. ആ ശരി. ഇതിനാണ് പറയണത്. എന്താ പറയണ്ടേ? ഉളുപ്പുലേശം. പേടി, ഇത് പേടി. ഞാൻ ചുരിദാറിട്ട് ഇറങ്ങുന്നുള്ള പേടി. നീ ഒന്ന് മാറാൻ വേണ്ടി കാത്തിരിക്കുന്നു. ശരി, ഇതെല്ലാം പറഞ്ഞോണ്ട് ഇനി പോണോ വേണ്ടോ? തങ്കച്ചേണ്ണനെ കോമഡി മാസ്റ്റേഴ്സ് ആങ്കർ ചെയ്യണത് ഞാൻ ആലോചിക്കരുത്. നിങ്ങൾ ഇതെല്ലാം ആലോചിച്ച് പാവം ഇവരുടെ അവസ്ഥ നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചോ? ഇവര് മറ്റു വന്നും പോയി കൊച്ചൊക്കെ പേടിച്ചേതോ ലെവലിലേക്ക്. ഇവരൊക്കെ എനിക്ക് പരിചയപ്പെടണം. ഹായ് വാവേ, ഏതാ ഏലിയൻ? ഇവരുടെ വീഡിയോ ഞാൻ ഇന്നലെ മിനിയാന്നങ്ങാണ്ടാ ഞാൻ കണ്ടത്. അതായത് മഴയത്ത് കളിക്കുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ആദ്യം കാണുന്നത്. നല്ലതായിരുന്നത്. മഴയത്തുള്ള നിങ്ങളുടെ ആ കുളി, അതുപോലെ തന്നെ കുഞ്ഞിനെ മണ്ണിലേക്ക് ഇറക്കി വിടുന്നു, കൊച്ചിന് എന്നാന്ന് വെച്ചാൽ ചെയ്തോട്ടെ എന്ന് പറയുമ്പോൾ എല്ലാരും കമന്റ് ഇട്ടിരിക്കുന്ന പഴയ കുട്ടിക്കാലം ഇപ്പോഴും മഴയത്തെങ്കിലും കുളിക്കുന്നു. ചിരിക്കും ഇങ്ങനത്തെ കോമഡികൾക്കൊക്കെ. ഓക്കെ ശരി. പേരെങ്ങനെയാ? കിഷോർ. ഹായ് കിഷോർ. പേര്? ഗോപിക. അപ്പൊ കിഷോറിന്റെ ഗോപികയുടെ ട്രോഫിയുടെ പേര് ജാൻ കിഷോർ. വീട്ടില് ജാനിന്ന് വിളിക്കും. അടിപൊളി. ആ, നിങ്ങൾ ശരിക്കും ആരാണ് കുട്ടിത്തം ഉള്ളത്? അച്ഛനാണോ കുട്ടിത്തം കൂടുതലോ അമ്മയ്ക്കാണോ കുട്ടിത്തം? അച്ഛനാണ് കൂടുതൽ. അവളെ കമ്പനി അച്ഛൻ തന്നെയാണ്. ഇങ്ങനെ കളിക്കുക, മഴയത്തായാലും മണ്ണിലായാലും കൂടുതൽ കളിക്കുക അച്ഛൻ തന്നെയാണ് കമ്പനി. അടിപൊളി. അച്ഛൻ ഇങ്ങനത്തെ പഴയ കുട്ടിക്കാലങ്ങളൊക്കെ ഭയങ്കര ഓർമ്മകളുള്ളതായിരുന്നോ? അതോ ഇതുപോലെ 2 വയസ്സിന്റെ ഓർമ്മ എനിക്ക് കാണും തോന്നുന്നു.
എന്നാലും ഓർമ്മയില്ലേ കുട്ടിക്കാല കളികളൊക്കെ ഓർമ്മയുണ്ടാവില്ലേ? അത് കഴിഞ്ഞ 5 വയസ്സ് വരുമ്പോ ഓർമ്മയുണ്ട്. അതാ ഞാൻ ചോദിക്കുന്നേ. അതായത് ഇപ്പൊ എന്റെ അടുത്ത് കുട്ടിക്കാലത്തെ അനുഭവം ചോദിച്ചാൽ എനിക്ക് പറയാനില്ലായിരുന്നു. എടാ നിന്റെ വീട്ടിന്റെ ടെറസിൽ നിന്ന് മിസൈൽ കയറ്റി വിടും നിന്റെ കോളേജില്. ഒന്നുമില്ല, എനിക്ക് നല്ല കുട്ടിക്കാലല്ലേ. അതെങ്ങനെയാണ്? അപ്പൊ അതെന്ത് കട്ടച്ചൂളൽ ജോലിക്കുന്നത് എന്ത് പറയാത്തത്? ഒരു മിനിറ്റ്, അല്ലല്ലോ വിട്ടേക്ക്. എന്റെ ദൈവമേ, അടുത്ത ഫാമിലിയെ പരിചയപ്പെടാം. പേരെന്താ? ദിവ്യ. ദിവ്യ. എന്താണ് ഭർത്താവിന്റെ പേരെന്താണ്? ദിൽബിൻ ദിനേശ്. എന്റേതാ? ദിൽബിൻ ദിനേശ്. ദിൽബിൻ. നൈസ് നെയിം. Very good. എത്ര വർഷമായി നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട്? 3 കൊല്ലമാനായി. 3 കൊല്ലം. 12 വയസ്സുള്ള കുട്ടിയെ നീ 3 കൊല്ലം. 22 വയസ്സുണ്ട് ഇതിന്. ഇവർക്ക് ആർക്കും കണ്ട പ്രായം പറയില്ലെന്നേ ഉള്ളൂ കേട്ടോ. ഞങ്ങളുടെ എല്ലാരും മമ്മൂട്ടിയാ നോക്കുമല്ലേ, ഞങ്ങൾക്ക് ഭാഗ്യമല്ലേ. ആ നൈസ്. നിങ്ങളുടെ ലവ് മാരേജ് ആയിരുന്നോ? അതെ അതെ. ശരി, നിങ്ങൾ എങ്ങനത്തെ കണ്ടന്റ് ആയിരുന്നത്? ഞങ്ങള് നോർമല് വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ ഡാൻസും കാര്യങ്ങളും ഉണ്ട്. അതിന്റെ ഒപ്പം വീട്ടില് ഡാൻസേഴ്സ് ആണോ നിങ്ങൾ രണ്ടുപേരും? അങ്ങനെയല്ല, ചെറുപ്പത്തിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇടയ്ക്ക് പഠിച്ച് പിന്നെ സ്റ്റോപ്പ് ആയി. നൈസ്. രണ്ടുപേരുടെ സ്ഥലം ഒരിടത്താണോ? ഞാൻ കോട്ടയം. കോട്ടയത്ത് എവിടെയാ? മുണ്ടക്കയ. കോട്ടയംകാരിയെ കിട്ടി കേട്ടോ. യെസ്, സന്തോഷായിരിക്കണു. ശരി, അടുത്ത നമുക്ക് രണ്ടുപേരെ പരിചയപ്പെടാം. ഹായ്. എന്റെ പേരെന്നാ? മിഖില. മിക്കില. ഹസ്ബൻഡിന്റെ പേര്? അഖിൽ. അഖിൽ. എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്? 4 years ആയി. 4 years ആയി. ഒരു മാട്രിമോണി പോലെ ഉണ്ട് തോന്നിക്കുന്നു. ശരി, നിങ്ങളുടെ കണ്ടന്റ് എങ്ങനത്തെ കണ്ടന്റാ? ഞങ്ങള് കോമഡി പ്ലസ് ഡാൻസ് അങ്ങനെ. പച്ചേ മാങ്ങാടി കൂട്ടുവോ? മോനേട്ടാ, എന്താ വിളിച്ചേ? മോനേട്ടോ. മോഹനാടാ. അവളുടെ അച്ഛൻ. സ്ഥലം എവിടെയാ? പാലക്കാട്. രണ്ടുപേരും പാലക്കാടാണോ? നൈസ്. ഓക്കെ, ഇനി നമുക്ക് ആ ദിക്കിലേക്ക് പോകാം. ഹലോ ജിഷ്ണു. ജിഷ്ണു. ഹലോ, നമസ്കാരം. എവിടെ സ്ഥലം? തൃശ്ശേരി. കൂട്ടത്തിൽ ഏറ്റവും മാന്യനാന്ന് തോന്നുന്നു ജിഷ്ണു. അഭിനയം അല്ലേ? ശരി, ജിഷ്ണുവിന്റെ വൈഫിനെ ഒന്ന് പരിചയപ്പെടുത്തൂ. ഇപ്പോഴേ നാണുമോ? ഞാനൊന്ന് അവിടെ പോയി കണ്ടോട്ടെ, എനിക്ക് ആ കുട്ടിയുടെ ഫേസ് കാണുന്നില്ല. ഹലോ. കല്യാണം കഴിച്ചിട്ട് അധികം നാളായില്ല. എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്? എത്ര മാസങ്ങൾ, ആഴ്ചകൾ? 4 years. അയ്യോ, 4 years ആയിട്ട് ഇപ്പോഴും ഇത്രയും നാണവും ചിരിയോ? അതേക്കുറിച്ച് ഓർത്തിട്ട് ഇപ്പോഴും ചിരിക്കുക. ചിരിയാണ് ഹൈലൈറ്റ്. എന്താ പേരെന്താ? രേവതി. രേവതി. എവിടെ സ്ഥലം എവിടെയാ? പത്തനംതിട്ട. പത്തനംതിട്ട. ജിഷ്ണുവിന്റെ സ്ഥലം? തൃശ്ശൂര് പ്രോപ്പർ ഇരിഞ്ഞാലോട്. പ്രേമം. ലവ് മാരേജോ? എങ്ങനെയാണ് നിങ്ങൾ ലവ് മാരേജ് ആയത്? ഏത് സോഷ്യൽ മീഡിയ വിക്ടിംസ് ആണ് നിങ്ങൾ? അല്ല, ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തോ. വർക്ക് ചെയ്ത വർക്ക് സ്പേസിൽ നിന്ന് കണ്ടുമുട്ടിയതാണ്. ഇപ്പൊ ഇടുന്ന കോണ്ടന്റ് എങ്ങനത്തെ കണ്ടന്റ് ആണ്? അത് ഇടയ്ക്ക് പാട്ട് പാടും, പിന്നെ കോമഡി. ഷാഹുൽ. ഷാഹുൽ. എവിടെ സ്ഥലം ഷാഹുൽ? ഞാൻ വയനാട് കൽപ്പറ്റ. വയനാട്. എന്താണ് വൈഫിന്റെ പേര്? അഖില. അഖില. എന്ത് ചെയ്യുന്നു? പഠിച്ചോണ്ടിരിക്കുന്നു. എത്ര വർഷമായി നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട്? 3 വർഷം. എല്ലാരും 3-4 വർഷമൊക്കെ ആയല്ലേ? അതെന്താണ് നീ ഓർത്തിരിക്കാണ്ടിരുന്നത്? ലൈൻ അടിച്ചപ്പോ നിനക്ക് എല്ലാ കാര്യം കറക്റ്റ് അറിയായിരുന്നല്ലോ. ചോദിക്കങ്ങനെ അങ്ങനെയല്ലേ കണ്ടിട്ട് ഒക്കെ വരുന്നത്? അവരെ ഡാൻസ് തെറ്റിച്ച് ഇനി അവരെ കുടുംബം കൂടെ തെറ്റിച്ച് മൊത്തത്തിലേ 2 വഴിക്കാക്കാനുള്ള. എവിടെ സ്ഥലം എവിടെയാ? ഞാന് മൂവാറ്റുപുഴ. ലവ് മാരേജ് ആയിരിക്കുമല്ലോ യെസ്. ഇവരുടെ ഒക്കെ കഥകൾ. ഞാൻ ചോദിക്കുന്നേ, ഇതിൽ ആരെങ്കിലും അറേഞ്ച്ഡ് മാരേജ് ഉണ്ടോ? അറേഞ്ച്ഡ് മാരേജ് ഇല്ല. പകുതി വരെ. ലവ് അറേഞ്ച്ഡോ? കുറച്ച്. കുറച്ചെന്ന് പറഞ്ഞാ എന്റെ ഫാമിലി അറേഞ്ച്ഡ് ആയിരുന്നു. ഇവളെ വിളിച്ചോണ്ട് വന്ന്. അഖിലിന്റെ ഫാമിലിയിൽ സമ്മതമായിരുന്നു. സമ്മതമായിരുന്നു. അപ്പുറത്ത് സമ്മതമല്ലായിരുന്നു. അല്ലായിരുന്നു. അപ്പൊ അഖിലിന്റെ ഫാമിലി എല്ലാം അറേഞ്ച് ചെയ്ത് എന്നിട്ട് പറഞ്ഞു മോനെ പോയി വിളിച്ച് വന്നോ, ബാക്കി എല്ലാം പോയി ഒരു പെണ്ണിനെ തട്ടിക്കൊണ്ടു വന്നു. അത്ര നിങ്ങളുടെ അറേഞ്ച്ഡ് മാരേജ് ആണോ? പ്യോർലി അറേഞ്ച്ഡ് മാരേജ്? 8 years ലവ് ആയിരുന്നു. അത് ലവ് മാരേജ് ആയിട്ട് തന്നെ ഫിക്സ് ചെയ്താൽ മതിയോ? അറേഞ്ച്മെന്റ്. വീട്ടുകാർ പിന്നെ സമ്മതിച്ചു. അമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ മോളാ. സോ ക്യൂട്ട്. അപ്പൊ പിന്നെ വീട്ടുകാർ ഓൾറെഡി പണ്ടേ പറഞ്ഞു വെച്ചിരുന്നോ ഇവരെ ഒന്നിക്കണം? ഇനി ഇന്നേ വരെ ആ അമ്മയോ ബെസ്റ്റ് ഫ്രണ്ട് മിണ്ടി 6 വർഷത്തെ പണക്കിന് ശേഷം തിരിച്ച് ഓ അങ്ങനെ കഥകൾ. കുഞ്ഞായപ്പോഴാണ് മിണ്ടിയ. ഇല്ല, അതിന് മുന്നേ എൻഗേജ്മെന്റ് കഴിയുമ്പോ തന്നെ സോൾവ് ആയി. ആണല്ലേ? അപ്പൊ എനിക്ക് തോന്നുന്നു ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചിരിയോടൊപ്പം തന്നെ കഥയുമായിട്ടായിരിക്കും മുന്നോട്ടേക്ക് പോകുന്നത്. കാരണം ഇവരുടെയൊക്കെ കഥകൾ നമുക്ക് കേൾക്കണം. അതുപോലെ തന്നെ ഇവരുടെയൊക്കെ എന്താ പറയുക കോണ്ടന്റ്സും നമുക്ക് കാണണം എന്ന് താല്പര്യമുണ്ട്. വിത്ത് ദിസ് പക്രുചേട്ടാ, ഇവരുടെയൊക്കെ കഥ കേട്ടു. നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിൽ ഇതുപോലൊരു ഫാമിലി ഉണ്ട്. പക്ഷെ ഈ കുടുംബത്തിന് ഒരു പ്രത്യേകതയുണ്ട്. പുരാവസ്തുക്കൾ സൂക്ഷിക്കുന്ന ഒരു കുടുംബമാണ്. കിറ്റ് കഴിഞ്ഞ് പോകുമ്പോ നമ്മളെ കൊണ്ടുപോകോ? അണ്ണന്റെ മറിയടമ്മ ആക്ടിവിറ്റിയവരുണ്ട്. നമ്മളെ കൊട്ടൊക്കെ പോയാലോ പുരാവസ്തു? കുഴപ്പമില്ല, നമ്മൾ മാത്രം പോകില്ലടാ. അവിടെ നിന്ന് അതിന്റെ ആണിക്കലിനെ കൊണ്ട് നമ്മൾ പോകുള്ളൂ. അപ്പൊ എന്തായാലും നമ്മുടെ മക്കളെ, നിങ്ങൾക്ക് ഇരിക്കാനുള്ള സീറ്റ് എന്ന് പറയുന്നത് അവിടെയാണ്. അപ്പൊ നമ്മുടെ നാട്ടുകൂട്ടമായിട്ട് ഈ ടീമാണ് വന്നിരിക്കുന്നത്. നല്ലൊരു കൈയടി കൊടുക്കാം. വെൽക്കം ടു കോമഡി മാസ്റ്റർ.